കുൽസിത കാർഡുകൾ പൊളിച്ചടുക്കി ലാലേട്ടൻ. അക്ബറിനും അനീഷിനും പോയ പവറുകൾ തിരിച്ചു കിട്ടി. പ്ലാച്ചി മടങ്ങി വന്നു. ഇതൊക്കെയാണ് ഇന്നലെ നടന്ന കാര്യങ്ങൾ. നമ്മൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്ത മാതിരി അവിടെ ഒരു കുന്തവും ഇന്നലെ സംഭവിച്ചില്ല. ലാലേട്ടൻ എല്ലാ ആഴ്ചയും ഫയർ ആകുന്ന രംഗങ്ങളാണ് ജനങ്ങളും പ്രതീക്ഷിച്ചത്, അവിടെയുള്ള കണ്ടസ്റ്റൻസും പ്രതീക്ഷിച്ചത്. എന്നാൽ അതിൽ നിന്നെല്ലാം വിപരീതമായിട്ട് ലാലേട്ടന്റെ ഒരു കൂൾ എഫക്ട് ഇന്നലെ ബിഗ് ബോസിലുണ്ടായിരുന്നു. കുറെ ഫണ്ണായിട്ടൊക്കെയുള്ള കാര്യങ്ങൾ. ഈ എല്ലാ ആഴ്ചയും ഇതിനകത്തിലുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിവെച്ചു കഴിഞ്ഞ് ഒരാൾക്കെതിരെയുള്ള ആരോപണം പറയുന്ന ഈ ഒരു എന്താ പൊളിച്ചടുക്കി ലാലേട്ടൻ പറഞ്ഞു, ഇനി ഗെയിം കളിച്ചാൽ മതി, നിങ്ങൾക്ക് ഇനി വരുന്ന ആഴ്ചകൾ വളരെ നിർണായകമാണ്, ഗെയിം കളിച്ചാൽ മതി എന്നുള്ളതാണ് ഇന്നലത്തെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. അവസാന നിമിഷത്തിലെ പിന്നെ എവിക്ഷൻ ഇതില് നെവിനെ എന്തോ ടെൻഷനായിരുന്നു പുള്ളി. നെവിൻ ഷാനവാസ് വിഷയമൊക്കെ ആയിരിക്കും. നെവിനെ സേഫ് ആക്കി. ആരെയാണ് ഔട്ട് ചെയ്തതെന്നൊന്നും അറിയത്തില്ല. പലരും പല റൂമേഴ്സും പറയുന്നുണ്ട്. ആര്യനെയും റെനയും പുറത്താക്കി എന്ന് പറയുന്നു. റെനെ എയർപോർട്ടിൽ കണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ശരി, റെനെ പോകാനൊരു സാധ്യതയില്ലേ എന്ന് നോക്കുന്നുണ്ട്. അത് ഇന്നലെ പറയത്തുള്ളൂ. നമ്മൾ ഈ ഓവർ കോൺഫിഡൻസ് ഒന്നും ഇനി ഇതൊന്നും പറഞ്ഞ കാര്യമില്ല. ബിഗ് ബോസ് ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, അത് പ്രകാരം നടക്കത്തുള്ളൂ. എല്ലാ ആഴ്ചയും ഈ ആരോപണക്കാരും അവിടെ കിട്ടും ഇവിടെ കിട്ടും, പിന്നെ മറ്റേ സെക്സ് അലിഗേഷൻ, ഇതൊന്നും പറഞ്ഞ് ഈ ബിഗ് ബോസിനെ നാട്ടുകാരെ ഒന്നും പറ്റിക്കണ്ട എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. കാര്യം നമ്മളൊരു ഗെയിം കാണാനിരിക്കുന്ന നമ്മൾ എപ്പോഴും കാണുന്നത് അടിയാണ് അതിനകത്തില്. ഇന്നലെ ഹോട്ടലിലെ ബിഗ് ബോസ് ഹോട്ടലിൽ നിന്ന് നടത്തിയ ടാസ്കിനെ കുറിച്ചും ഒക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഓരോരുത്തരുടെ ടാസ്കില് ഉണ്ടായ കാര്യങ്ങളും കൂടുതൽ പോയിന്റ് നേടിയതും തരത്തില് പ്രശ്നങ്ങളൊക്കെ എങ്ങും തൊടാത്ത രീതിയിൽ ചർച്ച ചെയ്ത് ലാലേട്ടൻ വിട്ടു. അതാണ് നടന്നൊരു കാര്യം. പിന്നെ അക്ബറിന്റെ അടുത്ത് ചോദിക്കുന്നു, ഈ ക്യാപ്റ്റൻസിയിൽ വരാൻ പറ്റില്ലല്ലേ? അപ്പോൾ ഈ ബിഗ് ബോസിന് രണ്ട് നയമുണ്ട്. ബിഗ് ബോസ് ജനം ഇഷ്ടപ്പെടുന്നവരെ പ്രൊമോട്ട് ചെയ്യും, അല്ലെങ്കിൽ കയറ്റിക്കൊണ്ട് വരും. അവരെ ഡൗൺ ചെയ്യും. എല്ലാരും അനീഷിന്റെ ഈ ഡയറക്ട് നോമിനേഷൻ പദവി ബിഗ് ബോസ് സീസണിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ജനം ശരിക്കും പ്രതികരിച്ചു എന്നുള്ളതാണ്. അത് കണ്ടിട്ടുള്ള ഒരു തന്ത്രം ബിഗ് ബോസ് മാറ്റിയിരിക്കുകയാണ്. അവർക്ക് തിരിച്ചു കൊടുക്കണം. അതിന് രണ്ട് ഗെയിം അവിടെ ഉണ്ടാക്കി. അതായത് ഒരു ഇതെന്ന് പറഞ്ഞാല് കുറെ ഈ ഫിലിം ബേസ്ഡ് ഇതാണ്. വോയിസ് കേട്ടിട്ട് റെക്കഗ്നൈസ് ചെയ്ത പടം വെക്കുക. ഇപ്പൊ 4 അക്ബർ വെച്ചു, 2 അനീഷ് വെക്കാൻ പറ്റും. ഞാൻ തോറ്റുപോയ ആളായിട്ടാണ്. അപ്പൊ ഇതിലെ ഇച്ചിരി അനീഷ് പുറകിലാണെന്ന് നമുക്കും അറിയാം. അക്ബറെ അതിനകത്ത് വിൻ ചെയ്തോളും. അതുപോലെ തന്നെ അക്ബർ വിൻ ചെയ്തു. അക്ബറിന് ഈ ക്യാപ്റ്റൻസിയിലേക്കുള്ള ആ ഒരു കടമ്പ ഇനിയും പ്രശ്നമില്ല. ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കാം. മറ്റൊരു കാര്യം പറഞ്ഞാൽ അനീഷിന് EQ ഇച്ചിരി കൂടുതലുള്ള മനുഷ്യനാണ്. GK ഒക്കെ. അപ്പം ജനറൽ നോളജ് സംബന്ധമായ ചോദ്യങ്ങളിൽ ഇന്നലെ ഏറ്റവും കൂടുതൽ കാര്യങ്ങളിൽ മറുപടി നൽകി അനീഷ് വീണ്ടും തന്റെ കഴിവ് തെളിയിച്ചിരിക്കുകയാണ്. അനീഷിന് നോമിനേഷൻ പവർ തിരിച്ചു. അനീഷ് പലപ്പോഴും തോന്നുന്നുണ്ട്, എനിക്ക് നോമിനേഷൻ പവർ വേണം, തിരിച്ചു തരണം, ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് തിരിച്ചു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ചിലപ്പോൾ നമുക്ക് ബിഗ് ബോസ് ഇങ്ങനെ ലോകത്തുള്ള ഒരു കാര്യം പറഞ്ഞത് മാറ്റി ചെയ്യുമെന്ന് നമുക്ക് അറിയത്തില്ല. അതനുസരിച്ച് ഇന്നലെ അത് സംഭവിച്ചു, തിരിച്ചു കിട്ടി. അതുപോലെ തന്നെ ഈ നമ്മൾ പ്രതീക്ഷിച്ച ഷാനവാസ് നെവിൻ ഇഷ്യൂ അവിടെ ഇനി ചർച്ചയ്ക്ക് വരുമെന്ന് തോന്നുന്നില്ല. കാര്യം ഈ കുൽസിത കാർഡുകൾ വലിച്ചു കീറി, ആരോപണ കാർഡുകൾ വലിച്ചു കീറി. ഇതിനുള്ളതല്ല ബിഗ് ബോസ് വേദി എന്ന് ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ മനസ്സിലാക്കി. കാര്യം എല്ലാ ആഴ്ചയും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ആയിട്ട് പോകുന്ന ഒരു എപ്പിസോഡുകൾ പോകുമ്പോൾ ജനത്തിനുണ്ടാകുന്ന ഈ ഒരു ഇത്രയും വാരി ഇതിനെ പോകുന്നതായിട്ട് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്തു, നിങ്ങൾ തന്നെ തീർത്തു. അതുപോലെ തന്നെ ഈ ആര്യൻ റെന ഇഷ്യൂ, കട്ടിൽ കയറി കിടക്കുന്ന ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ തന്നെ അതൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ്. കാണുമ്പോഴേ അറിയാം നേരത്തെ ടെമ്പറിന് കൊടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്.
ഇതൊന്നും ചർച്ചയ്ക്ക് എടുത്തില്ല. ഇനി ചർച്ചയ്ക്ക് എടുക്കുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നൈസായിട്ട് എടുത്തങ്ങ് പോകത്തേ ഉള്ളൂ. ഇതിനകത്ത് വലിയ ആക്ഷനും ഒന്നും കഴിഞ്ഞ ആഴ്ചത്തെ ലാലേട്ടന്റെ ഫയറിങ്, എല്ലാ ആഴ്ചയും ഫയർ ചെയ്യുന്ന ഒരു സീൻ കണ്ടു കഴിഞ്ഞാലും ജനത്തിന് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഇന്നലെ കൂളാൻ സ്വന്തമായിട്ടുണ്ട്. പ്ലാച്ചിയെ തിരിച്ചു കൊടുത്തു. അത് എല്ലാവർക്കും അറിയായിരുന്നു, അത് തിരിച്ചു കൊടുക്കുമെന്ന് അറിയായിരുന്നു. അതുപോലെ തന്നെ ഈ വരുന്ന ഗസ്റ്റുകള് പറയുന്ന കാര്യം എന്തിനാ പ്ലാച്ചിയെ കൊടുത്തെന്ന് ചോദിക്കുമ്പോൾ അത് ഗസ്റ്റ് അല്ലേ, ഗസ്റ്റ് വന്നാൽ ഗസ്റ്റിന് അവരൊരു പ്രോപ്പർട്ടി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ഗെയിമായിട്ടൊന്ന് കളിക്കണം. നിങ്ങൾ അന്നേരം ഗെയിം ക്യാരക്ടറിൽ നിന്ന് പോയി അതുകൊണ്ട് സംഭവിച്ചാണെന്ന് പറഞ്ഞ അനുവിന് ഉപദേശം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള എങ്ങും തൊടാത്ത കുറെ ഒരു എപ്പിസോഡ് ലാലേട്ടൻ എപ്പിസോഡ് മാറി. ഇന്നലെ വളരെ കൂളായിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ നടന്നത്. ഇന്ന് ആരൗട്ടാകും എന്ന് ചോദിച്ചാൽ റന ഫാത്തിമയ്ക്കാണ് കൂടുതൽ ചാൻസ്. മറ്റേ ആതിരിക്കൊക്കെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഈ വിഷയങ്ങളൊന്നും അവിടെ വരില്ല. ആ വിഷയമേ ഇനി എടുക്കത്തില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞേക്കാണ്. അത് നിങ്ങൾ എല്ലാം മാറ്റിയിട്ട് നിങ്ങൾ പൂർണ്ണമായും ഗെയിമിൽ ഇറങ്ങുക. പിന്നെ ഒരു കാര്യം നടന്നതെന്ന് പറഞ്ഞാൽ സന്തോഷം തോന്നിയത് ലാലേട്ടന്റെ ഒരു ഇടപെടല് അനീഷ് എന്ന വ്യക്തിയിലുണ്ടാക്കിയ മാറ്റം അത് നമുക്ക് ശ്രദ്ധേയമാണ്. കാര്യം അനീഷ് ഒരു സെൽഫിഷ് മൈൻഡായിട്ട് ബിഗ് ബോസിൽ മാറി. അത് ഒരു കോമണറായിട്ട് വന്ന് പ്ലാൻ ചെയ്ത് വന്നുകൊണ്ടായിരിക്കും അങ്ങനെ. എന്നാൽ അനീഷിന് അങ്ങനത്തെ മുഖം പൂർണ്ണമായും ഇല്ലായിരുന്നു. പക്ഷെ അത് ലാലേട്ടൻ മാറ്റിയെടുത്തു. കഴിഞ്ഞ ദിവസം ഈ വന്ന റിയാസും അതിന്റെ മുന്നേ വെച്ചും ഇവര് ഐ ലവ് യു എന്നും പറഞ്ഞ ഒരു നല്ല സീൻ ഉണ്ടായിരുന്നു. അത് ഇന്ന് ആവിഷ്കരണം നടത്തി ലാലേട്ടൻ ആ മുന്നോടെന്ന് പറഞ്ഞു. കാര്യം ഇവര് ഒരു ബോണ്ടിങ് ആക്കാൻ വേണ്ടി ലാലേട്ടൻ്റെ കാണാവുന്നില്ല. അപ്പൊ അത്രയും ഒരു കാര്യം ചെയ്തു. ഐ ലവ് യു ഷാനവാസ് എന്നും പറഞ്ഞ് ഇവരുടെ ആ ഒരു സ്നേഹബന്ധം കൂട്ടുകാർക്ക് ഇതിനകത്തില് നല്ല പ്ലെയറായിട്ട് മാറിയിരിക്കുകയാണ് അനീഷ് ഷാനവാസ്. അതാണ് ഇന്നലെ സംഭവിച്ചത്. ഇനി ഇതിനകത്തില് കുറച്ചുപേരെയൊക്കെ കൂടെ ആവശ്യമുണ്ട്. നമ്മൾ അക്ബറൊക്കെ പോകുന്നത്, അക്ബറിനെ ഒന്നും വിടത്തില്ല ഇപ്പൊ തൽക്കാലം അനീഷ് ഷാനവാസ് പിന്നെ അനുമോള് ആദില ചിലപ്പോ കുറച്ചു കഴിയുമ്പോ പോയാലും നൂറെ ചിലപ്പോ കയറ്റിക്കൊണ്ട് വരാൻ ചാൻസ് ഉണ്ട്. റന ഫാത്തിമയൊക്കെ പോവാൻ ചാൻസ് ഉണ്ട്. ലക്ഷ്മിയുടെ കാര്യം ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല. കുറെ വെള്ളപൂശിയ കഴിഞ്ഞ കാര്യത്തില് വെള്ളപൂശിയ ഒരു എപ്പിസോഡുകളാണ് നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളത്. വോട്ടിങ്ങിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷാനവാസ് നല്ല ലെവലിലാണ്. ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ പൊസിഷനിൽ നിന്ന് ഫസ്റ്റിലോട്ടൊക്കെ വരുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഷാനവാസൊക്കെ സേഫ് ആണ്. അതുപോലെ തന്നെ ഇതിലും വോട്ടിങ്ങിന് നല്ല ഇതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ സേഫ് ആക്കി. പുള്ളി ആകെ ഡെസ്പായിരുന്നു ഈ ഒരു ഷാനവാസ്. ഈ ഇന്നത്തെ ലാലേട്ടന്റെ എപ്പിസോഡില് ഈ ഷാനവാസും നെവിനും തമ്മിലും കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആക്കി ഇതിനകത്ത് നല്ല ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ വ്യൂവേഴ്സിനൊക്കെ സന്തോഷമാണ്. എപ്പോഴും ഒരു വൈരുദ്ധ്യം നിറഞ്ഞ കാര്യങ്ങൾ, പറയേണ്ടാത്ത കാര്യങ്ങൾ, അവരുടെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്ന കാര്യങ്ങൾ പറയുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നത് ഒരു പക്ഷെ നല്ലതിനാക്കിയിട്ടില്ല. പിന്നെ ഷാനവാസ് അവിടെ റിയാസ് വന്നപ്പോൾ കാണിച്ച പരിപാടികൾ അതിനെക്കുറിച്ചൊന്നും വലിയ രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച മാതിരിയൊന്നും ചെയ്തില്ല. കാര്യം വെച്ചാൽ ഇതൊക്കെ കുറേയൊക്കെ സംഭവിക്കാനും അല്ലെങ്കിൽ സംഭവിക്കട്ടെ എന്ന് ബിഗ് ബോസ് കരുതിക്കാണ്. എന്തായാലും ശരി, മറ്റ് അപ്ഡേറ്റുകൾ ഇന്ന് ക്ലാസ്സിൽ നിന്ന് കാണേണ്ടതാണ്. നന്ദി, നമസ്കാരം.